നമസ്കാരം. ദൈവം ഉണ്ടോ? ഒരു കഥ പറയാം. 6 വയസ്സുള്ള ഒരു കുട്ടി ദൈവത്തെ വാങ്ങാനായിട്ട് 50 രൂപയുമായി ഇറങ്ങിത്തിരിക്കുകയാണ്. അവൻ രാവിലെ ഒരു കടയിൽ ചെന്ന് കയറി. എന്നിട്ട് കടക്കാരനോട് ചോദിച്ചു, അങ്കിൾ, ഇവിടെ ദൈവം ഉണ്ടോ? എങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുമോ? കടക്കാരൻ പൊട്ടിച്ചിരിച്ചിട്ട് ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്തായോ? ദൈവത്തെ കൊടുക്കുമെന്നോ? അവനെ കളിയാക്കി അയാൾ അവിടുന്ന് പറഞ്ഞു വിടുന്നു. അവൻ മറ്റൊരു കടയിൽ ചെന്ന് കയറി. എന്നിട്ട് ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു, അങ്കിൾ, ഇവിടെ ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുമോ? അവിടുന്നും അവന് കളിയാക്കലിൽ മാത്രമാണ് കിട്ടിയത്. അവൻ ഓരോ കടകളിലും ഇങ്ങനെ കയറി ഇറങ്ങി. അവിടെ നിന്നെല്ലാം അവനെ കളിയാക്കി പറഞ്ഞു കൊടുത്തു. വൈകുന്നേരം ആയപ്പോഴേക്കും ഏകദേശം 70 കടകളോളം അവൻ കയറി ഇറങ്ങി. അവസാനം ഈ കടയിലൂടെ കയറാം എന്ന് കരുതി അവൻ ഒരു കടയിൽ ചെന്ന് കയറിയാണ്. ഒരു ഏകദേശം 60 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു ഷോപ്പ് കീപ്പർ, ഒരു കടക്കാരൻ, അയാളോട് ഇവൻ ചെന്ന് ചോദിച്ചു, അങ്കിൾ, ഇവിടെ ദൈവമുണ്ടോ? ദൈവത്തെ കൊടുക്കുവോ? എങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുമോ? കടക്കാരൻ ഇവന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പിൽ കുറച്ചു നേരം നിശ്ചലനായി നിന്നു. എന്നിട്ട് ചോദിച്ചു, ആട്ടെ, നിനക്ക് എന്തിനാ ഇപ്പൊ ദൈവത്തെ കൊണ്ട് എന്ത് ആവശ്യമാണ് നിനക്കുള്ളേ? അതിനവൻ പറഞ്ഞ മറുപടി ഇതാണ്, അങ്കിൾ, 1 മാസം മുമ്പേ എന്റെ പപ്പ മരിച്ചുപോയി. ഇപ്പോൾ ഇനി എനിക്ക് അമ്മ മാത്രമാണുള്ളത്. അമ്മ പപ്പ മരിച്ചത് കാരണം എന്തൊക്കെയോ അസുഖങ്ങൾ കൂടി ഹോസ്പിറ്റലിലാണ്. ഡോക്ടറുകൾ പറയുന്നത് കേട്ടായിരുന്നു, ഇനി ദൈവത്തിന് മാത്രമേ നിന്റെ അമ്മയെ രക്ഷിക്കാനാവൂ. ഈ കുഞ്ഞിന് നിഷ്കളങ്കമായ മറുപടി കേട്ട് ആ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആട്ടെ, നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് ദൈവത്തെ വാങ്ങാൻ? കടക്കാരൻ ചോദിച്ചു. അവൻ പറഞ്ഞു, അങ്കിൾ, എന്റെ കയ്യിൽ 50 രൂപയുണ്ട്. അത് മതിയോ ദൈവത്തെ വാങ്ങാൻ? ദൈവത്തെ വാങ്ങാൻ ഇതൊക്കെ മതി, അയാൾ മറുപടി പറഞ്ഞു. ഇയാൾക്ക് മനസ്സിലായി, ഈ ദൈവം എന്ന് പറയുന്നത് ഇവന്റെ മനസ്സിൽ എന്തോ കഴിക്കാനുള്ള സാധനമാണ്. കുറെ ദൈവത്തെ വാങ്ങി അമ്മയ്ക്ക് കഴിക്കാൻ കൊടുത്താൽ ഇവന്റെ അമ്മയുടെ അസുഖം ഭേദമാകും എന്നൊക്കെയായിരിക്കും ഇവൻ ചിന്തിച്ചിരിക്കുന്നതെന്ന് കടക്കാരന് മനസ്സിലായി. അയാൾ ആ 50 രൂപ വാങ്ങിവെച്ചിട്ട് ഷെൽഫിലിരുന്ന ഒരു കുപ്പി തേനെടുത്ത് അവന്റെ നിരക്ക് വെച്ച് നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നിന്റെ ദൈവം, ഇതുകൊണ്ട് നിന്റെ അമ്മയ്ക്ക് കൊടുക്കാം. ഇവൻ ആ ഒരു കുപ്പി തേനുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവൻ പറയുന്നുണ്ട്, ഇതാ ഞാൻ ദൈവത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി എന്റെ അമ്മയുടെ അസുഖം ഭേദമാകും. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കാണുന്നത് ഏതോ മെഡിക്കൽ സംഘം അവന്റെ അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവന്റെ അമ്മയുടെ അസുഖം പൂർണ്ണമായി ഭേദമായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ബില്ലടയ്ക്കാനായി ഇവനും ഇവന്റെ അമ്മയും കൂടെ എത്തുകയാണ്. ബില്ല് കണ്ട ആ അമ്മ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വലിയൊരു തുക അവരെ കൊണ്ട് അടയ്ക്കാൻ സാധിക്കില്ല. ബില്ലടിച്ചു കൊടുത്ത അറ്റൻഡർ പറഞ്ഞു, മേഡം, ഇതൊരാൾ പേ ചെയ്തിട്ടുണ്ട്. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ദൈവമേ, അങ്ങേക്ക് നന്ദി. ആ കുഞ്ഞിക്കണ്ണുകൾ ഉയർത്തി അവനും പറഞ്ഞു, ദൈവമേ, അങ്ങേക്ക് നന്ദി. അവര് ചോദിച്ചു, സർ, ഇത് ആരാണ് ഈ ബില്ലടച്ചത്? ദൂരേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ പറഞ്ഞു, അതാ അയാളാണ്. ആ നടന്നു പോകുന്ന മനുഷ്യനെ പിന്നിൽ നിന്ന് വിളിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ആ ഷോപ്പ് കീപ്പർ ആയിരുന്നു, ആ കടക്കാരനായിരുന്നു. ആ അമ്മയും മകനും ഓടി അയാളുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, സർ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളുടെ മനസ്സിലിപ്പോൾ നിങ്ങൾ ദൈവത്തെ പോലാണ്. ഒരുപാട് നന്ദി. ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, നന്ദി പറയേണ്ടത് എന്നോടല്ല, നിങ്ങളുടെ മകനോടാണ്. ഇവന്റെ നിഷ്കളങ്കമായ കുറെ ചോദ്യങ്ങൾ, ഇവന്റെ നിഷ്കളങ്കമായ കുറെ മറുപടികൾ എന്റെ മനസ്സ് അസ്വസ്ഥമാക്കി. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് എന്റെ ഉള്ളിൽ ആരോ പറയുന്ന പോലെ തോന്നി. അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇതും പറഞ്ഞ് ആ മനുഷ്യൻ ദൂരേക്ക് നടന്നകന്നു. ദൈവം ഉണ്ട്. ദൈവം നമ്മുടെ തൊട്ടടുത്ത് ഇവിടെയുണ്ട്. പക്ഷേ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ കണ്ടെത്താനാവൂ. നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാനാവൂ.